ബോണസും കൂലിയും വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് മൂന്നാറിലെ തോട്ടം തൊഴിലാളികൾ നടത്തുന്ന സമരം ശക്തമായി തുടരുന്നു. സമരത്തിന് CPM ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. സമരം ചെയ്യുന്നവരെ CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ സന്ദർശിച്ചു. ചർച്ച ചെയ്യുന്നത് ഈ വിഷയമാണ്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് എസ് രാജേന്ദ്രൻ MLA, ഒപ്പം സമരസമിതിയുടെ സമരം ചെയ്യുന്ന തൊഴിലാളികളിൽ ഒരാളായ അരുൾദാസ്, ടാറ്റ കണ്ണൻദേവൻ ഹിൽസ് പ്ലാന്റേഷൻസ് MD മാത്യു എബ്രഹാം, മന്ത്രി ഷിബു ബേബി ജോൺ, PK ശ്രീമതി ടീച്ചർ, മണികണ്ഠൻ എന്നിവർ. ഏറ്റവും ആദ്യം ശ്രീ രാജേന്ദ്രനിലേക്ക്. ശ്രീ എസ് രാജേന്ദ്രൻ, ഒരുപക്ഷെ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം താങ്കൾക്കും ഈ സമയത്തിനകം മറുപടി പറയേണ്ടി വന്നിട്ടുണ്ടാകാം. എന്തുകൊണ്ട് തൊഴിലാളികൾ കഴിഞ്ഞ 8 ദിവസമായി സമരം ചെയ്യുന്നതിൻ്റെ കൂടെ സമരം ചെയ്യാൻ പറ്റാതെ മറ്റൊരു സ്ഥലത്ത് നിരാഹാരം ഇരിക്കേണ്ടി വരുന്നു? ഈ ചോദ്യത്തിന് അത്ര വലിയ പ്രസക്തിയല്ല. മാത്രമല്ല, തോട്ടം തൊഴിലാളികളുടെ സമരം വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് ആ സമരത്തിൻ്റെ ഭാഗമായി തന്നെ ഗവൺമെൻറ്റിൽ MLA എന്നുള്ള നിലയ്ക്ക് ഇടപെടുകയും അതിന് എറണാകുളത്ത് കൺസലേഷനും പിന്നീട് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ 2 ദിവസത്തെ ചർച്ചയുമായി തന്നെ 4 ദിവസം പോവുകയാണ് ചെയ്തത്. പിന്നീട് അതിന് മുമ്പ് 2 ദിവസം മൂന്നാറിൽ തന്നെ ഇവിടെ നടന്നിട്ടുള്ള ആഫീസുകളിലെ ആക്രമണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള സന്ദർഭങ്ങളിൽ പാർട്ടി ഓഫീസിനെ സംരക്ഷിക്കുക എന്നുള്ള ബാധ്യതയുണ്ട് ഉള്ളതുകൊണ്ട് അവിടെ തന്നെ നിൽക്കുകയും ചെയ്തു. അങ്ങനെ 6 ദിവസം പോവുകയും 6ാമത്തെ ദിവസം മൂന്നാറെത്തുകയും 7ാമത്തെ ദിവസം സമരം ചെയ്യുന്ന തൊഴിലാളികളുടെ ഒപ്പം ചെന്നെത്തുകയും ചെയ്യുന്ന സന്ദർഭത്തിലാണ് അവിടെ 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ചില നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ ഏതാനും ന്യൂനപക്ഷമായുള്ള ചിലർ അവിടെ ഇരുന്ന് മാറണം എന്ന് പറയുകയും ഒപ്പം പോലീസ് ഇവിടെ പ്രശ്നമുണ്ടാക്കുന്നത് നല്ലതല്ല എന്ന് ആവശ്യപ്പെടുകയും ഞാൻ അവിടെ നിന്ന് മാറുകയും ചെയ്യുന്നു. ആ അവസരത്തിൽ മറ്റുള്ളവരെ പ്രേരിപ്പിച്ച് ഓടിക്കൂ എന്നുള്ള അർത്ഥത്തിലേക്ക് ഇന്ന് പത്രങ്ങളിലും TV-യിലും ഒക്കെ വളരെ മോശമായി കാണിച്ചതുപോലെയുള്ള ചില സംഭവങ്ങൾ നടന്നു. അതിൽ എനിക്ക് ഖേദമില്ല. തൊഴിലാളികളോടൊപ്പമാണ്. തൊഴിലാളികൾ ഏതെങ്കിലും വിധത്തിൽ എൻ്റെ ബന്ധുക്കളാണ്. ഏത് നിലയിലാണേലും അവർക്ക് ഇനി അഥവാ അങ്ങനെ തോന്നണമെങ്കിൽ എന്നോട് നിൽക്കാൻ പറഞ്ഞാൽ ഞാൻ നിന്നേനെ. അതുകൊണ്ട് അതോട് വിഷമമോ മറ്റ് മാനസിക പ്രയാസങ്ങളോ യാതൊന്നുമില്ല. ഇപ്പോൾ ഉള്ളത് താങ്കൾ ചോദിച്ചതുപോലെ 20% ബോണസ് വേണം എന്നുള്ളത് നിർബന്ധമാണ്. അത് ഞങ്ങൾ ആവർത്തിക്കുന്നു. അത് കാലതാമസമില്ലാതെ കൊടുക്കുകയും ചെയ്യണം. അതോടൊപ്പം കഴിഞ്ഞ മാസം 20-ാം തീയതി CITU ആഹ്വാനം ചെയ്ത ഒരു ദിവസത്തെ പൊതുപണിമുടക്കാണ്. അതിൽ CITU മാത്രമാണ് തോട്ടം മേഖലയിൽ പണിമുടക്കിയത്. കേരളത്തിൽ മാത്രമല്ല, മൂന്നാറിലാണ്. അന്ന് എല്ലാ തൊഴിലാളികളും പണിമുടക്കിയവരല്ല, മറിച്ച് CITUവിൻ്റെ അംഗസംഖ്യയിനേക്കാൾ കുറേയേറെ തൊഴിലാളികളും കൂടി പങ്കെടുത്തിരുന്നു. ഇങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ മൂന്നാറിൽ മറ്റിതര രാഷ്ട്രീയ പാർട്ടികളോ അല്ലെങ്കിൽ ട്രേഡ് യൂണിയനുകളോ പ്രവർത്തന രംഗത്ത് വരരുത് എന്നുള്ള ആഗ്രഹത്തോടു കൂടിയും ചില സമീപനങ്ങളുണ്ട്. അതെല്ലാം തൊഴിലാളികളുടെ ജീവിത സാഹചര്യങ്ങളും അവരുടെ പ്രയാസങ്ങളും ഇത്രയും ദിവസം അവരുടെ പ്രതിബദ്ധതയുള്ള മറ്റു ഇതര സൗകര്യങ്ങളിലേക്കുള്ള പ്രശ്നങ്ങളെല്ലാം ഒന്ന് കൂടിയത് കൊണ്ടാണ്. അതെല്ലാം അതിജീവിക്കുവാനും അതോടൊപ്പം തൊഴിലാളികളുടെ സമരം വിജയിപ്പിക്കുവാനും കഴിയുന്ന നേതൃത്വപരമായാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ നടക്കുന്ന സമരത്തിനോടൊപ്പം നിൽക്കുവാൻ ചില അസംതൃപ്തികൾ ഉള്ളതുകൊണ്ട് ആ സമരത്തിന് പിൻബലം കൊടുക്കുക, അവരെ നമ്മൾ മാനസികമായ അസംതൃപ്തരായി ഉള്ളവരായി മാറ്റാതിരിക്കുക, അതിനു വേണ്ടിയാണ് ഇപ്പുറത്ത് മറ്റൊരു സമരം. അവർക്ക് അനുകൂലമായി അവരെ സഹായിക്കുവാൻ അവരുടെ സമരം എന്ന് പറയുന്നത് തൊഴിലാളികളുടെയും എൻ്റെയുമായ സമരം വിജയിക്കട്ടെ എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. തീർച്ചയായിട്ടും ശ്രീ രാജേന്ദ്രൻ, ഒരുപക്ഷെ താങ്കൾ MLA ആണ്. താങ്കൾ ഒരു നിരാഹാര സമരം കിടക്കുമ്പോൾ ഗവൺമെന്റിന് അത് വളരെ ശ്രദ്ധിക്കേണ്ടി വരും. താങ്കളിലേക്ക് മാധ്യമ ശ്രദ്ധ കൂടുതലായി വരും. അതൊരു പക്ഷേ തൊഴിലാളികൾക്ക് പ്രത്യക്ഷത്തിൽ മനസ്സിലായില്ലെങ്കിലും അവർക്ക് ഗുണകരമായി തന്നെ വരികയും ചെയ്യും. പക്ഷേ അത് മനസ്സിലാക്കാതെ തൊഴിലാളികൾ ശ്രീ എസ് രാജേന്ദ്രൻ MLA-യോട് മാത്രം കഴിഞ്ഞ ദിവസം തങ്ങളോടൊപ്പം നിൽക്കണ്ട എന്ന് പറഞ്ഞതായിട്ടാണോ താങ്കൾ മനസ്സിലാക്കുന്നത്? അതോ അവർ പൊതുവെ എല്ലാ രാഷ്ട്രീയക്കാരോടും അവിടെ എത്തിയപ്പോൾ ആ രീതിയിലൊരു പ്രതികരണമാണല്ലോ കാണിച്ചത്? അതിൽ താങ്കളിൽ തുടങ്ങി എന്നുള്ളത് ആണോ ഒരുപക്ഷെ തെറ്റായി മാധ്യമങ്ങളിലൂടെ താങ്കൾക്കെതിരായി ഒരു വാർത്തയായി വന്നത് ആയി കാണേണ്ടത്? താങ്കളുടെ ചോദ്യം വളരെ കൃത്യമാണ്. പത്രമാധ്യമങ്ങൾ
ആവശ്യമില്ലാത്ത ഒട്ടനവധി വാർത്താ തെറ്റായ പ്രചരണങ്ങൾ തൊഴിലാളികളിലേക്ക് എത്തിക്കുവാനും സമരം തുടർന്നു പോകുവാനും അവർ ആഗ്രഹിക്കുന്നു. ഞാൻ സമരം ചെയ്ത തൊഴിലാളികളെ വളരെ മോശമായി തമിഴ് തീവ്രവാദികൾ എന്നു പറഞ്ഞു എന്നുള്ള നിലയിൽ വരെ റിപ്പോർട്ടർ ചാനൽ ഉൾപ്പെടെ പലരും മണിക്കൂറുകൾ എടുത്ത് ജനങ്ങളിലോട് പ്രചരിപ്പിക്കുവാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, ഇപ്പോഴും ചെയ്യുന്നു. പക്ഷേ ഒരു കാര്യം ഞാൻ പറയട്ടെ, ചാനലുകൾ ദൃശ്യമാധ്യമങ്ങൾ ഈ സമരത്തിനെ സഹായിക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ബോണസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ചർച്ച, അതുപോലെ തൊഴിലാളികളോട് കമ്പനി എടുക്കുന്ന നിലപാട്, ആ കമ്പനിക്ക് എതിരെ എന്താണ് വേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള നിലപാടാണ് മാധ്യമങ്ങൾ എടുക്കേണ്ടത്. പകരം ഇത്തരത്തിൽ സമരം നീണ്ടുപോകുവാനും പ്രശ്നങ്ങൾ ഉയർന്നു വരാനും അക്രമസക്തമായി ഇതിനെ കൊണ്ട് എത്തിക്കുവാൻ വേണ്ടിയിട്ടുള്ള പ്രേരണ ഘടകങ്ങളായി പത്രമാധ്യമങ്ങൾ ദൃശ്യമാധ്യമങ്ങളിലേക്ക് റിപ്പോർട്ടറെ പോലുള്ള ചാനലുകൾ പോകുന്നത് വളരെ ലജ്ജാകരമാണ് എന്ന് ഞാൻ അവസരത്തിൽ തീർച്ചയായിട്ടും ശ്രീ അരുൾദാസ് സമര സമിതിയുടെ ഭാഗമായി നിൽക്കുന്ന തൊഴിലാളിയാണ്, അദ്ദേഹം കൂടി ചർച്ചയിൽ ചേരുന്നു. ശ്രീ അരുൾദാസ്, ഇപ്പോൾ ശ്രീ രാജേന്ദ്രനെ പോലെയുള്ള MLA നിരാഹാരം അനുഷ്ഠിക്കുന്നു. നിങ്ങൾ തൊഴിലാളികൾ കഴിഞ്ഞ 8 ദിവസമായി അവിടെ റോഡിൽ ഉണ്ട്. പല നേതാക്കളും ഇന്നലെയും ഇന്നുമൊക്കെയായി നിങ്ങളെ സന്ദർശിച്ച് അവരുടെ പിന്തുണ നിങ്ങളെ അറിയിക്കുന്നുണ്ട്. ആദ്യം തുടക്കത്തിൽ ഈ പിന്തുണയ്ക്ക് വേണ്ടിയാണല്ലോ നിങ്ങൾ റോഡിൽ ഇറങ്ങിയത്. ദേശീയപാത പോലും നിങ്ങൾ പ്രതിരോധിച്ചുകൊണ്ടുള്ള സമരത്തിലേക്ക് വന്നത് നിങ്ങൾക്ക് പിന്തുണ കിട്ടണം, നിങ്ങളുടെ കാര്യങ്ങൾ ലോകം അറിയണം എന്നാഗ്രഹിച്ചാണല്ലോ. അത് മനസ്സിലാക്കി ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ നിങ്ങളെ കാണാൻ വരുമ്പോൾ നിങ്ങൾ അത് വേണ്ട രീതിയിൽ സ്വീകരിക്കുന്നുണ്ടോ ശ്രീ അരുൾദാസ്? ഹലോ, പറഞ്ഞോളൂ. ഞങ്ങൾക്ക് ഈ കാര്യത്തില് ഹലോ പറഞ്ഞോളൂ അരുൾദാസ്, ഞാൻ ഇടപെടുന്നില്ല. കേട്ടില്ലേ? പറഞ്ഞോളൂ കേൾക്കാം. സാറേ, നമ്മള് ഇപ്പൊ ഒരു നീതിക്ക് വേണ്ടിയാ നമ്മളിപ്പോ ഈ സമരത്തിൽ കൂടെ നിൽക്കുന്ന ഒരു കാര്യം സത്യമായിട്ടൊന്ന് പറഞ്ഞോട്ടെ. അതായത് ഈ കമ്പനി ഉണ്ടല്ലോ ഈ മൂന്നാറില്, അതെ, പറഞ്ഞോളൂ. ഈ കമ്പനി കുറെ കാലമായിട്ട് ഒരു 10 വർഷമായിട്ട് ഈ കമ്പനിയുടെ നടപടി മൊത്തം വളരെ മോശമാണ്. ഈ മൂന്നാറ് KDC കമ്പനിയൊക്കെ ഇപ്പൊ പുതിയ കമ്പനി മാറ്റിയ ശേഷം അവരുടെ സ്റ്റൈലൊക്കെ മൊത്തം മാറ്റി. ഒന്ന്. രണ്ടാമത്തെ, ഇപ്പോ മാനേജ്മെന്റ് വർഷത്തില് അതായത് വർഷങ്ങളില് ആഗസ്റ്റ് മാസത്തില് ഇവിടെ കമ്പനിയില് ഷെയർ മീറ്റിംഗ് എല്ലാം നടത്തുകൊണ്ടിരിക്കുക. ഇപ്പോഴാണ് ഈ പാവപ്പെട്ട തൊഴിലാളിയുടെ ഷെയറിന്റെ എത്ര ലാഭമുണ്ട്, എത്ര ബോണസ് കൊടുക്കണം, എത്ര ശമ്പളം കൊടുക്കുന്ന ഒരു നിയമമുണ്ട്. അതൊക്കെ ഇവിടുത്തെ തൊഴിലാളിയായിട്ട് എവിടെയെങ്കിലും ആ സമരത്തിന് ആരും പോകാറില്ല. കാരണം അന്നത്തെ ദിവസം ഇവർക്ക് ശമ്പളം ഇല്ലാതെ അവർ വരാൻ പറയും. അത് കാരണം ആരും അങ്ങോട്ട് ചെല്ലുന്നില്ല. പിന്നെ കുറെ മാനേജ്മെന്റും ഒരു ഉദ്ദേശമാറും ശ്രീ അരുൾദാസ്, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളായി നിങ്ങളുടെ ഈ പ്രശ്നങ്ങൾ മാധ്യമങ്ങൾ നമ്മൾ ഉൾപ്പെടെ ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങളോട് ചോദിച്ച ചോദ്യം, ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ ലോകത്തിന്റെ ശ്രദ്ധയിൽ എത്തിക്കാൻ നോക്കിയപ്പോൾ അത് വിജയിച്ചല്ലോ. അതിപ്പോൾ എല്ലായിടത്തേക്കും ആളുകൾ അറിയുന്നുണ്ട്. അത് സഹായിക്കാനായി നിങ്ങളുടെ ഈ പ്രശ്നങ്ങൾ കമ്പനി മാനേജ്മെന്റുമായിട്ട് സംസാരിക്കാനും സർക്കാരിനെ കൊണ്ട് സംസാരിപ്പിക്കാനും ഈ പുറമേ നിന്ന് വരുന്ന നേതാക്കൾക്ക് കഴിയും, നിങ്ങളുടെ ജനപ്രതിനിധികൾക്ക് കഴിയും, മാധ്യമങ്ങൾക്ക് കഴിയും. അതിന് ശ്രമിക്കാതെ നിങ്ങൾ ഇപ്പോഴും എന്താണ് പ്രതീക്ഷിച്ചുകൊണ്ട് റോഡിൽ തന്നെ നിൽക്കുന്നത്? സാറേ, ഞങ്ങൾക്ക് ഈ പെണ്ണ് തൊഴിലാളി എന്ന് പറഞ്ഞ് അധ്വാനിച്ചവർക്ക് ന്യായമായിട്ടുള്ള ബോണസ് കിട്ടുമെന്ന് പറഞ്ഞ കഴിഞ്ഞ വർഷം കിട്ടിയ 19% ബോണസ് ഈ തവണ എന്തുകൊണ്ട് ഇല്ല? അപ്പൊ അവർ തന്നെ സ്വയമായിട്ട് ഈ ആഗസ്റ്റ് മാസത്തില് ബോണസ് എപ്പോഴും ഇടും. 20% ബോണസ് കിട്ടുന്നത് എല്ലാം വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ബോണസ് പെട്ടെന്ന് തന്നെ ഒരു ശനിയാഴ്ച പറയുക 10% പറഞ്ഞപ്പോഴാണ് വിഷയമായി. അപ്പൊ തന്നെ ട്രേഡ് യൂണിയർക്ക് ഒരു വിശ്വാസം നഷ്ടപ്പെട്ടു പോയി. കാരണം ഈ 10% പറഞ്ഞപ്പോ ഈ ഇവിടുത്തെ ട്രേഡ് യൂണിയൻ മൊത്തം പറയാ യാരും ബോണസ് വാങ്ങിക്കണ്ടെന്ന് പറഞ്ഞപ്പോ അവർ മൊത്തം നിർത്തി. വീണ്ടും പിന്നെയാണ് പറഞ്ഞത് ഇവിടെ സ്ലോ വർക്ക് ചെയ്യാൻ പാടില്ല, കമ്പനി നിലനിൽപ്പ് വേണം. അത് കാരണം അങ്ങനെ പറഞ്ഞപ്പോഴാണ് ഇവിടുത്തെ തൊഴിലാളി മനസ്സിലാക്കുന്നുണ്ട്, ഒന്നും മുതലാളി നമുക്ക് എടുത്താൽ നല്ല ബോണസ് ഒന്നില്ല, പിന്നെ എന്തുകൊണ്ടാണ് നമുക്ക് ഇത് പണിക്ക് പോകണം. അങ്ങനെ ഒക്ടോബർ മാസം 2-ാം തീയതി തീർച്ചയായിട്ടും മനസ്സിലാകുന്നു അരുൾദാസ്. ഞാൻ തിരിച്ചു വരാം. ശ്രീ S. രാജേന്ദ്രൻ, ഇപ്പോൾ ശ്രീ അരുൾദാസിനെ പോലുള്ളവർ പറയുന്നതനുസരിച്ച് ബോണസ് അവർ കഴിഞ്ഞ തവണത്തേതുപോലെ 19% കിട്ടിയവർ അത് അതുപോലെ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ അതില്ല എന്ന് പെട്ടെന്നൊരു ദിവസം അറിഞ്ഞപ്പോൾ അവരുടെ സ്വപ്നങ്ങൾ തകർന്നു.
അവർക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെക്കുറിച്ചുള്ള പല പ്രതീക്ഷകൾക്കും പ്രശ്നമുണ്ടായതാണ് അവർ വികാരപരമായി പെട്ടെന്ന് ഒരു നടപടിയിലേക്ക് പോയത്. അതിനുള്ള പ്രതികരണമായി ഇതിനെ കണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുമോ? തീർച്ചയായും തൊഴിലാളികളുടെ വികാരങ്ങൾ നമ്മൾ മാനിക്കണമല്ലോ. ഇത്രയും കാലം ദീർഘകാലമായി ഇത്രയും പ്രശ്നങ്ങളെല്ലാം അതിജീവിക്കാൻ കഴിയാത്ത പ്രയാസങ്ങൾ കൊണ്ട് വന്നിട്ടുള്ള തൊഴിലാളികളുടെ മനസ്സിൽ പെട്ടെന്ന് ഒരു വികാരം പൊട്ടിപ്പുറപ്പെടുന്നു. അതിനെ നമ്മൾ മാനിക്കാൻ ബാധ്യസ്ഥരാണ്. ആ അർത്ഥത്തിൽ വന്നപ്പോൾ അത് പിന്നെ ട്രേഡ് യൂണിയനോട് വിശ്വാസക്കുറവ് വന്നു. മാനേജ്മെൻറ്റിൻ്റെ അധിക ആനുകൂല്യം, അമിതമായ ആനുകൂല്യം മാനേജ്മെൻറ്റിന് ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലും കൂടിയാണ് തൊഴിലാളികൾ ഈ പ്രശ്നത്തിലോട്ട് വരുന്നത്. 20% തന്നില്ല എന്ന് മാത്രമല്ല, മാനേജ്മെൻറ്റിന് അമിതമായ ആനുകൂല്യം കൊടുക്കുന്നു കമ്പനി. ഈ രണ്ട് വിഷയങ്ങളാണ് തോട്ടം തൊഴിലാളികളെ ഇങ്ങനെ പ്രേരിപ്പിക്കാൻ പ്രത്യേക ഘടകമായി മാറിയത്. പിന്നെ ആശുപത്രിയുടെ കാര്യങ്ങളുണ്ട്, വീടിൻ്റെ പ്രശ്നങ്ങളുണ്ട്, ഇങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങളെല്ലാം ഇതിൻ്റെ ഭാഗമായി ഘടകങ്ങളായി മാറിയിരിക്കുന്നു. എന്തൊക്കെയാണേലും തൊഴിലാളികളുടെ ആവശ്യം ന്യായമാണ്. കമ്പനി 20% കൊടുക്കുന്നതിന് ഒരു കുഴപ്പമില്ല. കമ്പനിക്ക് ഇത്ര വാശി പിടിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇതിന് മുമ്പ് ഇങ്ങനെ ഉണ്ടായിരുന്ന സമയത്തും ബോണസ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തർക്കിക്കേണ്ട ഒരു കാര്യമില്ല. 20% ബോണസ് കൊടുത്തതിന് ശേഷം ചർച്ചയാകാമെന്ന് ഞാൻ എറണാകുളത്തും പറഞ്ഞു, അതുപോലെ തന്നെ മന്ത്രിയുടെ സാന്നിധ്യത്തിലും പറഞ്ഞു. അത് അവർക്ക് അങ്ങനെ സ്വീകരിക്കാം. ഇത്രയും ദിവസങ്ങൾ വന്നിട്ടുള്ളത് പോലും ആ നഷ്ടം പരിഹരിക്കാൻ തൊഴിലാളിയോട് പറയാം. ഞങ്ങൾക്ക് നഷ്ടമാണ്, നിങ്ങൾ ഒരു ദിവസം ജോലി ചെയ്ത് തരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ജോലി ചെയ്ത് കൊടുത്തിട്ടുള്ള തൊഴിലാളികളാണ്. ഇതിനു മുമ്പ് അങ്ങനെ ചരിത്രങ്ങളുണ്ട്. അത് കാണാതെ കമ്പനിയുടെ പിടിവാസിയാണ് പ്രധാനമായും തൊഴിലാളികളെ ജോഡിപ്പിച്ചതും ഇവിടെ എത്തിച്ചേർന്നതും. അതിൽ ട്രേഡ് യൂണിയനെ ഒരു പ്രധാന പങ്ക് എന്ന് പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്ന നോട്ടീസ് ഒരു പ്രധാന ഘടകമായിട്ടാണ് തൊഴിലാളികൾ ചർച്ചയിലുള്ളത്. അതുകൊണ്ട് അത് പരിഹരിക്കപ്പെടണം. ബോണസ് കൊടുത്താൽ ഈ പ്രശ്നങ്ങൾ അവസാനിക്കുമെന്നാണ്. തീർച്ചയായിട്ടും. എന്തായാലും ട്രേഡ് യൂണിയൻ രംഗത്ത് അല്ലെങ്കിൽ ട്രേഡ് യൂണിയന് ഈ രീതിയിൽ നിയമപ്രകാരം നോട്ടീസ് കൊടുത്തൊക്കെ തന്നെ കാര്യങ്ങളുമായി മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ മാധ്യമങ്ങളിലൂടെ പെട്ടെന്നൊരു രാത്രി ചർച്ച കൊണ്ട് കാര്യങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കാൻ പറ്റില്ല. അങ്ങനെ പ്രതീക്ഷിച്ച് തീരുമാനം കിട്ടുമെന്ന് കരുതിയിരുന്നവർക്ക് പക്ഷേ ഒരു വിഷമം ഉണ്ടാകും. അതിനവർ പ്രതികരിക്കുകയും ചെയ്യും. അതായിരിക്കാം ചിലപ്പോൾ നമ്മൾ ഈ കാണുന്നത്. ഇപ്പോൾ കണ്ണൻ ദേവൻ ഹിൽ പ്ലാന്റേഷൻസ് MD ശ്രീ മാത്യു എബ്രഹാം നമ്മളോടൊപ്പം ചേർന്നു. ശ്രീ മാത്യു എബ്രഹാം, ഈ സമരം ഇതാ ഇന്നത്തെ ഈ 8ാം ദിവസം രാത്രിയിൽ ഇങ്ങനെ കാണുമ്പോൾ കമ്പനിയുടെ നിലപാടെന്ത്? വളരെ ഒരു വിഷമമുള്ള കാര്യമാണ്. അതായത് തൊഴിലാളികൾ 6 ദിവസമായിട്ട് ഇപ്പൊ സ്ട്രൈക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പണിയൊന്നും നടന്നിട്ടില്ല. തേയില മരങ്ങളിൽ കണ്ടമാനം കുളന്നുണ്ട്. അത് നുള്ളാതെ എല്ലാം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. കോടിക്കണക്കിനാണ് കമ്പനിക്ക് ഇപ്പൊ നഷ്ടം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോ തേയില കമ്പനിയുടെ അല്ലെങ്കിൽ തന്നെ വളരെ ഒരു വലിയൊരു ഫിനാൻഷ്യൽ ക്രൈസിസിൽ കൂടെ പോവാണ്. തേയിലേന്റെ വില ആപ്പാടെ വൺ ഓഫ് ദ ലോവസ്റ്റ് ആയി തീർന്നിരിക്കുകയാണ്. അതായത് 2015 ഫസ്റ്റ് ക്വാർട്ടർ. ശ്രീ മാത്യു എബ്രഹാം, ആ ഒരു കാര്യം കമ്പനി തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൂടെയൊക്കെ പത്രക്കുറിപ്പിലൂടെയൊക്കെ പറഞ്ഞിട്ടുള്ളതും ഒക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഞാൻ നേരത്തെ ചോദിച്ചത് ഈ തൊഴിലാളികളുടെ ഡിമാൻഡിനെ ഈ 8ാം ദിവസം എങ്ങനെ കമ്പനി കാണുന്നു എന്നുള്ളതാണ്. തൊഴിലാളികളുടെ ഡിമാൻഡിൽ എന്താണ് നിലപാട് കമ്പനിയുടെ? അതായത് ഇതൊരു ബോണസ് ഇഷ്യൂ ആണ്. അതായത് ഫോർ ദ ഇയർ എൻഡിങ് മാർച്ച് 2015 ഞങ്ങളുടെ പ്രോഫിറ്റ് 5.02 crores ആയിരുന്നു. അതായത് അതിന്റെ മുമ്പത്തെ കൊല്ലം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 68% പ്രോഫിറ്റ് ഇടിഞ്ഞു. അത് ഇടിയാൻ കാരണം വേറെ ഒന്നുമല്ല, മൊത്തത്തിൽ തേയിലേന്റെ വില വേൾഡിൽ തന്നെ കുറഞ്ഞു. അതുപോലെ സൗത്ത് ഇന്ത്യയിലും കുറഞ്ഞു. അപ്പൊ അതനുസരിച്ച് പ്രോഫിറ്റും കുറഞ്ഞു. അതിന് മുമ്പത്തെ കൊല്ലം ഞങ്ങൾ കൊടുത്തത് 19% പ്രോഫിറ്റ് ആയിരുന്നു. പക്ഷേ ലാഭം 15.55 crores ഉണ്ടായിരുന്നു. അപ്പൊ ഈ കൊല്ലം നമ്മൾ നോക്കുമ്പോൾ ലാഭം 5 crores ആയിട്ട് കുറഞ്ഞിരിക്കുന്നു. അതിന്റെ പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട് പ്രകാരം നോക്കുമ്പോൾ 8.33% കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. എന്നാ കമ്പനി നമ്മുടെ തൊഴിലാളികൾ നല്ലപോലെ പണിയെടുത്തിട്ടുണ്ട്. ശരി ശ്രീ മാത്യു എബ്രഹാം, ഈ കാര്യങ്ങൾ എന്തുകൊണ്ട് നേരത്തെ ശ്രീ S. രാജേന്ദ്രൻ MLA തന്നെ പറഞ്ഞതുപോലെ തൊഴിലാളികൾക്ക് കൂടി പകുതിയിലേറെ പങ്കാളിത്തമുള്ള ഒരു കമ്പനിയാണല്ലോ ഇത് തൊഴിലാളികളോട് പറഞ്ഞിരുന്നു എങ്കിൽ അവർ വേണമെങ്കിൽ കൂടുതൽ പണിയെടുത്ത് തന്നെ ഈ കാര്യങ്ങൾ കമ്പനിയെ സഹായിക്കുമായിരുന്നല്ലോ, തൊഴിലാളികളുമായിട്ട് സംസാരിക്കാമായിരുന്നല്ലോ. അത് ചെയ്യാതെ ഇത് തൊഴിലാളികളിലേക്ക് പറയാതെ പോയത് എന്തുകൊണ്ടാണ്? അല്ല, നമ്മൾ എല്ലാ തൊഴിലാളികൾക്കും നമ്മൾ ബാലൻസ് ഷീറ്റ്, ആനുവൽ അക്കൗണ്ട്സ് കൊടുക്കാറുണ്ട്.
ആനുവൽ റിപ്പോർട്ടുണ്ട്, കമ്പനിയുടെ ആനുവൽ റിപ്പോർട്ട്. അത് എല്ലാ തൊഴിലാളികളും ഷെയർ ഹോൾഡേഴ്സിന് അവരുടെ വീടുകളിൽ പോകും. എല്ലാവർക്കും ഈ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആർക്കും അറിയില്ല എന്ന് പറയുന്നത് കറക്റ്റ് അല്ല. ശ്രീ അരുൾദാസ്, കമ്പനിയുടെ MD പറയുന്നതനുസരിച്ച് നിങ്ങൾക്ക് കൂടി ഈ കാര്യങ്ങളിലുള്ള അറിവുകൾ തരുന്നതാണ്. കമ്പനിയുടെ അവസ്ഥ എന്താണ് നിങ്ങളോട് പറയുന്നതാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുന്നതിൽ ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ? ഹലോ അരുൾദാസ്. സാറേ പറഞ്ഞോളൂ അരുൾദാസ്, പറഞ്ഞോളൂ. അതായത് ഞാൻ ഒരു സത്യവാക്കാണ് പറയാൻ പോകുന്നത്. അതായത് ഇത് 1-2 10-30,000 കുടുംബം ഈ മേഖലയില് ഇവിടെ ഈ തേയിലത്തോട്ടം വിശ്വസിച്ച് ആണ് എല്ലാം കഞ്ചി പിടിച്ച് പോകുന്നത്. അങ്ങനെയാണ് ഈ തേയിലത്തോട്ടത്തോട് വേല അധ്വാനിക്കുന്ന ഈ പെണ്ണുങ്ങളടുത്ത് തന്നെ ഞങ്ങൾ പറഞ്ഞാലും അവർ കേൾക്കില്ല. അവർ ഇഷ്ടത്തിലാണ് എല്ലാം പണി ചെയ്യുന്നത്. അതായത് കഴിഞ്ഞ വർഷത്തിന് ബോണസ് കൊടുത്തപ്പോ 19 കൊടുക്കുമ്പോ ഇവർക്ക് ശനിയാഴ്ച അങ്ങനത്തെ ഞായറാഴ്ച ഒരു പണിക്ക് പോയില്ല. പക്ഷെ അതൊക്കെ ഈ വർഷം നല്ല ക്രോപ്പ് പോയി നല്ല ശനിയാഴ്ച ഞായറാഴ്ച 365 ദിവസം അധ്വാനിച്ച പെണ്ണുങ്ങളാ. അപ്പൊ അങ്ങനെയാ വിഷമം വന്നേക്കണേ. അപ്പോ 20% ബോണസ് 30% കൊടുക്കേണ്ട സ്ഥലത്തിലാണ് ഈ ദ്രോഹങ്ങൾ നടന്നിരിക്കണേ. അതാണ് ഈ പെണ്ണുങ്ങൾക്ക് ഇത്ര രോഷം പൊട്ടിത്തിരി വന്നത്. അപ്പൊ ഒരിക്കലും അവർക്ക് ഈ ബോണസിന്റെ സെറ്റിൽമെന്റില് 20% ബോണസിനെ കാട്ടിലും 22 ബോണസും ഈ ഒരാഴ്ച വീട്ടിലിരുന്നതിന്റെ ഈ 10 ദിവസത്തെ ശമ്പളം കൂട്ടി കൊടുക്കുകയാണെങ്കിൽ ഈ കമ്പനി നല്ല മുന്നേറ്റി പോകും. ഇവിടെ ഒരു വിഷയമല്ല. MD വന്നോട്ടെ, കമ്പനി തുറന്നോട്ടെ, നല്ല ഒരു പണിയെടുത്ത് രാജേന്ദ്രൻ MLA MD പറയുന്നത് ഈ രീതിയിലാണ്. ഇപ്പോഴത്തെ നഷ്ടത്തിന്റെ കണക്കാണ് പറയുന്നത്. ഇപ്പോൾ ഈ വർഷം കൊടുക്കാൻ പറ്റിയത് ഇങ്ങനെയാണെന്നാണ് പറയുന്നത്. തൊഴിലാളികൾ പക്ഷേ 30% ബോണസ് കിട്ടാനുള്ള അവസ്ഥയുണ്ടെന്ന് പറയുന്നു. ഇത് 30%ലേക്കൊക്കെ എത്തുന്ന ഒരു കാര്യം തൊഴിലാളികളുടെ ഒരു അതിശയോക്തിയാണോ, അതോ അവർക്ക് അതിനുള്ള കൃത്യമായ കാര്യങ്ങളുണ്ടോ? കമ്പനി അവരെ പറ്റിക്കുകയാണോ? കമ്പനിയുടെ പറഞ്ഞോളൂ ശ്രീ രാജേന്ദ്രൻ. അതെ, കമ്പനി അവരുടെ ഇപ്പോഴത്തെ അസറ്റ് ലയബിലിറ്റിയിലേക്ക് ഓഡിറ്റ് റിപ്പോർട്ടിലേക്ക് ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. തോട്ടം തൊഴിലാളിക്ക് 20% ബോണസ് കൊടുക്കുന്നത് കൊണ്ട് കമ്പനിക്ക് ഒരു നഷ്ടമില്ല എന്നുള്ള ബോധ്യത്തിലാണ് ഞാനും. അത് ഞാൻ അങ്ങനെ ബോധ്യത്തിൽ വരാൻ ഇടയായ സാഹചര്യം, ഇതിന് മുമ്പും പല ഘട്ടങ്ങളിലും ഇത്തരത്തിൽ നഷ്ടങ്ങൾ സംഭവിച്ചപ്പോഴും കമ്പനി ബോണസ് കൊടുത്തിട്ടുണ്ട്. അത് 10% അല്ല. തൊഴിലാളികൾ, ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, 20%-ൻ്റെ കാശ് കൊടുക്കുക. തൊഴിലാളിയോട് നിങ്ങൾ ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ ഞങ്ങൾ കമ്പനി നഷ്ടത്തിലാണ്. ഇതേ ബേബി മന്ത്രി, തൊഴിൽ വകുപ്പ് മന്ത്രി, അദ്ദേഹം 2003-2004 അദ്ദേഹം ഒരു 2 കിലോ അധിക കൊളുന്ത് എടുക്കണമെന്ന് പറഞ്ഞ് ഓർഡിനൻസ് ഇറക്കി കൊടുത്തതാണല്ലോ. 18 പ്രാവശ്യം കൊടുക്കേണ്ട DA വേണ്ടെന്ന് നിർത്തിയതാണല്ലോ. അന്നും ഈ തൊഴിലാളികൾ സഹിച്ചല്ലോ, ആരോടും ഒന്നും പറയാൻ പോയില്ലല്ലോ. അതിന് ശേഷം വന്നത് 2000-ന് ശേഷമാണ് അവർക്ക് ഇത്രയെങ്കിലും വർധനവിലോട്ട് വന്നത്. പക്ഷേ അതൊന്നുമില്ല. ഇന്നത്തെ വിലക്കയറ്റത്തിൽ ഇത് എന്തിനു കൊള്ളാം? എന്നാലും ഈ സാഹചര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് കമ്പനിയെ നട്ടെല്ലായി നിലനിർത്തുന്ന തൊഴിലാളികളുടെ ആവശ്യം ഒന്നുമില്ലെങ്കിലും ഇത്രയും തൊഴിലാളികൾ റോട്ടിൽ വന്ന് 8 ദിവസം സമരം ചെയ്തില്ലേ? ആ 8 ദിവസം അവർ വണ്ടിയിൽ വരികയും പോവുകയും സമരം ചെയ്യുകയും ചെയ്ത ആ തൊഴിലാളികളെ, അവരെ ആ നിലയിൽ അധ്വാനിക്കുന്നവരെ ബഹുമാനിച്ചെങ്കിലും കമ്പനിക്ക് എന്ത് നഷ്ടം സംഭവിച്ചാലും ശ്രീ മാത്യു എബ്രഹാം, ശ്രീ രാജേന്ദ്രൻ MLA പറയുന്നത് താങ്കൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. അതായത് തൊഴിലാളികൾക്ക് ഈ റോഡിൽ നിന്ന് അവർ കരയുന്ന അവരുടെ ആ കരച്ചിൽ ഇപ്പോൾ കമ്പനി കാണണ്ടേ? ഇതുവരെയുള്ള ചരിത്രമൊക്കെ അവിടെ നിൽക്കട്ടെ. ബോണസ് വർദ്ധിപ്പിക്കണം, ശമ്പളം വർദ്ധിപ്പിക്കണം, ഇതാണ് അവരുടെ ഡിമാൻഡ്. MD ഞങ്ങളുടെ മുമ്പിലേക്ക് വരൂ എന്നാണ് തൊഴിലാളികൾ പറയുന്നത്. ഇതൊക്കെ കേട്ടുകൊണ്ട് ഒരു പുനർവിചിന്തനത്തിന് ഇപ്പൊ കമ്പനി തയ്യാറുണ്ടോ? അതിപ്പോ ഈ ശമ്പളം കൂട്ടണമെന്ന് പറഞ്ഞാൽ കമ്പനീന്റെ ഇതിലല്ല. അത് ശമ്പളം കൂട്ടുന്നത് ഇൻഡസ്ട്രി വൈഡ് ഒരു ഡിസിഷനാണ്. അത് പ്ലാന്റേഷൻ ലേബർ കമ്മിറ്റിന്റെ മീറ്റിംഗ് സെപ്റ്റംബർ 26 അപ്പൊ ആ ചർച്ചയിലാണ് അത് പ്ലാന്റേഷൻ ലേബർ കമ്മിറ്റിന്ന് തീർക്കുന്നത്. അതിൽ എന്താ കേരള പ്ലാന്റേഷൻ ലേബർ ആക്ട് പ്രകാരമുള്ള ഡിസൈഡ് ചെയ്യുന്ന ശമ്പളം കമ്പനി കൊടുക്കും. അത് പക്ഷേ ആ ഡിസിഷൻ കഴിഞ്ഞിട്ടേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും അവിടെ ഒരു ഡിസിഷൻ ഉണ്ടാകുമ്പോൾ ശമ്പളം കൂട്ടിയിരിക്കും. പക്ഷെ ആ ഡിസിഷന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നു. പിന്നെ എന്നെ കാണണം എന്ന് പറഞ്ഞാൽ ഞാനും ഞങ്ങളൊക്കെ അവിടെ, ഞങ്ങളുടെ മാനേജ്മെന്റ് സ്റ്റാഫൊക്കെ ഞങ്ങൾ അവിടെ ആയിരുന്നു. എന്നാ സെപ്റ്റംബർ 7 ഒരു സംഭവം നടന്നു. ഞങ്ങള് സെൻട്രൽ യൂണിയൻസ് ആയിട്ട് ഞങ്ങൾ കഴിഞ്ഞ അതിന് മുമ്പത്തെ 5 4 ഒക്കെ സംസാരം ഈ ബോണസ് വിഷയത്തിൽ സംസാരിച്ചുകൊണ്ടിരുന്നു. എന്നാൽ 7 അതായത് തിങ്കളാഴ്ച
സെപ്റ്റംബർ 7 ഒരു 10,000-3000 ആൾക്കാർ ഗരാവ് ചെയ്തു ഞങ്ങളുടെ എല്ലാവരുടെയും. അതില് ഒരു 4 മാനേജ്മെന്റ് സ്റ്റാഫിനെ ഒരു അറ്റാക്കും നടന്നിരുന്നു. ഭാഗ്യത്തിന് ഒന്നും പറ്റാതെ ആൾക്കാർ എസ്കേപ്പ് ചെയ്തു. മാത്യു എബ്രഹാം, അതായത് ഇപ്പോഴും സ്ഥിതിഗതികൾ അത്ര നല്ലതൊന്നും അല്ലല്ലോ, ഇപ്പോൾ അതിനേക്കാൾ വളരെ മോശമായിരിക്കുകയാണ്. 26-ാം തീയതി ഈ PLC കൂടുന്നത് വരെ കാത്തിരിക്കേണ്ടതുണ്ടോ? കാര്യങ്ങൾ അതിനു മുമ്പേ തന്നെ തീരുമാനിച്ചൂടെ? PLC കൂടി ശമ്പളം കൂട്ടാൻ ഇരിക്കുകയാണ് എന്ന് അങ്ങ് തന്നെ അഭിപ്രായപ്പെടുമ്പോൾ ആ കാര്യം കുറച്ച് നേരത്തെ ആക്കിക്കൂടെ? അല്ല, ആ ശമ്പളം ഞാൻ പറഞ്ഞ പോലെ അത് ഞങ്ങൾക്ക് അതിന് റൈറ്റ് ഇല്ല കൂട്ടാനായിട്ട്. അത് പ്ലാന്റേഷൻ ലേബർ കമ്മിറ്റി എന്ന് പറഞ്ഞ ട്രൈ പാർട്ടിയുടെ അഗ്രിമെന്റാണ്. അപ്പൊ ആ പ്ലാന്റേഷൻ കമ്മിറ്റിന്റെ ഡിസിഷൻ പ്രകാരം ഇൻഡസ്ട്രി ഡിസിഷൻ അത് ഞങ്ങള് ഒരു കമ്പനിയായിട്ട് അത് ചെയ്യാൻ പറ്റാത്തതല്ല. അത് എല്ലാ 3 കൊല്ലവും അതൊരു ഇൻക്രീസ് ഉണ്ടാവുന്നതാണ്. അപ്പൊ ആ കമ്മിറ്റി തീരുമാനിക്കുമ്പോൾ അതനുസരിച്ച് കമ്പനി എന്താ തീരുമാനം എന്ന് വെച്ചാൽ കമ്പനി കൊടുക്കും. എല്ലാ കമ്പനികൾക്കും കൊടുക്കേണ്ടി വരും, ഞങ്ങൾ മാത്രമല്ല. ശ്രീ രാജേന്ദ്രൻ, എന്താണ് കമ്പനിയുടെ MD പറയുന്ന ഈ കാര്യങ്ങൾ കേൾക്കുമ്പോൾ താങ്കൾക്ക് പറയാൻ തോന്നുന്നത്? ഈ ഗവൺമെൻറ് PLC വിളിച്ചു കൂട്ടേണ്ട ബാധ്യതയുള്ള ഗവൺമെൻറ്റാണ്. അത് PLC വിളിച്ചു കൂട്ടുന്നില്ല എന്നുള്ള വസ്തുതയുണ്ട്. PLC വിളിച്ചു കൂട്ടുമ്പോൾ ശമ്പളം ചർച്ച ചെയ്യേണ്ട സ്ഥലത്ത് ആളുകൾ കൂടുതലെടുത്ത് തരണമെന്നാണ് കമ്പനി വാദിക്കുന്നത്, ഗവൺമെൻറ്റും വാദിക്കുന്നത്. പണ്ട് കൈകൊണ്ടായിരുന്നു തോട്ടം തൊഴിലാളികൾ കൊളുന്ന് നുള്ളി കൊടുത്തത്. ഇന്ന് മെഷീൻ വെട്ടാണ്. ഞാൻ താമസിച്ച സ്ഥലത്ത് പോലും 3 പേർ കൂടി 600 കിലോ വെട്ടി 900 കിലോ വരെ വെട്ടിക്കൊടുക്കുന്ന മെഷീനാണ്. അപ്പോൾ കയ്യെടുപ്പുള്ള PLC ഉണ്ടായിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന ശമ്പളവും ഇപ്പോൾ മെക്കാനിസത്തിൽ തന്നെ മാറ്റം വന്നപ്പോൾ ആ മെക്കാനിസം കയ്യെടുപ്പല്ലെന്നും അതിനെ ഇന്ന് യന്ത്രം കൊണ്ട് പണി ചെയ്യുമ്പോൾ ഒരു മനുഷ്യനെ ഉണ്ടാകാവുന്നുള്ള ഏറ്റവും വളരെ പ്രയാസകരമായുള്ള ഉണ്ടാക്കുന്ന നിലയിലേക്ക് ശരീരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അത്തരത്തിലുള്ള ജോലിയായി മാറി വരുമ്പോൾ അതിനെ എങ്ങനെയാണോ ശമ്പളത്തിൽ വർധന വരുത്തേണ്ടത് അത് ആ സമയത്തിൽ അതാണ് ഇപ്പോൾ ചർച്ച നടക്കുന്നതും PLC കൂടാതിരിക്കുന്നതിൻ്റെയും പ്രധാന കാരണം. ഇവിടെ ഇന്നത്തെ പ്രശ്നം ബോണസാണ്. ആ ബോണസ് കൊടുത്തെങ്കിലല്ലേ ബാക്കിയുള്ള കാര്യത്തിലേക്ക് വരുള്ളൂ. ബോണസ് തീരാതെ ശമ്പളത്തിലോട്ട് ഇപ്പോൾ പോയാൽ എങ്ങനെ? ശമ്പളം വേണ്ട എന്നല്ല, ശമ്പളത്തിൻ്റെ ഡിമാൻഡ് ഒരാളിന് 500 ആണ്. ആ ഡിമാൻഡ് നിൽക്കുമ്പോൾ വല്ലപ്പോഴും ആണ്ടിലൊന്ന് കിട്ടുന്നത് ഇപ്പോഴായിരിക്കും പണയം വെച്ച് സ്വർണം തിരിച്ചെടുക്കുക, എവിടെയെങ്കിലും കാശ് വാങ്ങിച്ചതിന് വായ്പ കൊടുക്കുക, ആ പലിശ തിരിച്ചടയ്ക്കുക, ഈ വീട്ടിലെ പെണ്ണുങ്ങൾ ഏതെങ്കിലും നിലയിൽ കൊടുക്കുക. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നം പരിഹരിക്കാൻ പ്രതീക്ഷിച്ച ഒരു കാശാണ് ഈ ബോണസ്. അതുകൊണ്ട് ബോണസിൽ കമ്പനി പിടിവാശി. എൻ്റെ പ്രിയപ്പെട്ട MD അവിടെ ഉണ്ട്. ഞാൻ പറയാ, കമ്പനി പിടിവാശിയിലോട്ട് പോകാതെ പ്രശ്നം പരിഹരിക്കുക എത്രയും പെട്ടെന്ന്. അതിന് 20% രാജേന്ദ്രൻ MLA പറയുന്നത് അത് തന്നെയാണ്. തൊഴിലാളികൾക്കും അത് തന്നെയാണ് ആവശ്യമായിട്ടുള്ളത്. മന്ത്രി ഷിബു ബേബി ജോൺ ചേർന്നിരിക്കുന്നു. മന്ത്രി ഷിബു ബേബി ജോൺ, നാളത്തെ ചർച്ചയിൽ സർക്കാരിന്റെ നിലപാട് എന്താണ്? അല്ല, എനിക്ക് വിശദാംശങ്ങൾ പറയാൻ സാധിക്കുന്നില്ല. എന്നാൽ ഈ പ്രശ്നം പരിഹരിക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ സർക്കാർ മുന്നോട്ട് വെക്കും. അതിന് ഇരു കൂട്ടരെയും സമന്വയിപ്പിച്ച് ആ തീരുമാനത്തിലേക്ക് എത്തിക്കാനുള്ള. പക്ഷേ ശ്രീ ഷിബു ബേബി ജോൺ, ഇപ്പോ കമ്പനിയുടെ MD മാത്യു എബ്രഹാം പറഞ്ഞിരിക്കുന്നത് ബോണസ് കാര്യത്തിൽ ചിലപ്പോൾ ചർച്ച നാളെ നടന്നേക്കും എന്നുള്ള അർത്ഥത്തിലാണ്. ശമ്പളം PLC വിളിച്ചു കൂട്ടേണ്ട സർക്കാർ, അത് 26-ാം തീയതിയേ ഉള്ളൂ, അത് അന്ന് എന്നാണ്. സർക്കാർ അതിനകത്തൊരു താല്പര്യം എടുക്കുന്നുണ്ടോ? അല്ല, ശമ്പള വർധനവ് PLCക്ക് മാത്രം തീരുമാനിക്കാൻ ഒക്കുന്നതാണ്. അത് ADHP മാത്രമായിട്ട് ഇപ്പൊ ശമ്പളം തീരുമാനിക്കാൻ സാധിക്കത്തില്ല. കേരളത്തിലെ മുഴുവൻ തോട്ടങ്ങളുടെയും, അത് തേയിലയുടെയും റബ്ബറിന്റെയും ഏലത്തിന്റെയും കാപ്പിയുടെയും ഇതെല്ലാം കൂടെ ചേർത്തുള്ള ഒരു തീരുമാനമാണ് PLC കൈക്കൊള്ളുന്നത്. അത് PLCയുടെ പരിധിയിലാണ്. നാളെ ഇപ്പൊ മറ്റു 2 വിഷയങ്ങൾ, ബോണസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നാളെ ചർച്ച ചെയ്യും. അതോടൊപ്പം അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങളുടെ പോരായ്മയെ കുറിച്ച് അവർ പറയുന്നുണ്ട്. നയങ്ങളുടെ പോരായ്മ, സ്കൂള്, ആശുപത്രി, ഈ വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്തിട്ട് മുഖ്യ പരിഗണന തൊഴിലാളികൾ ആവശ്യപ്പെട്ട ശമ്പള വർധന ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളിലും ആണെന്ന് ഗവൺമെന്റിന് പറയാൻ സാധിക്കുമോ? തൊഴിലാളികളുടെ ഡിമാൻഡ് നാളെ തീർക്കാനൊക്കുന്ന കാര്യങ്ങൾക്ക് നാളെ പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കും. ബാക്കി PLCയുടെ അധികാര പരിധിയിൽ വരുന്നത് PLCയുടെ നടപടിക്രമങ്ങൾ ത്വരിതപ്പെടുത്തി സ്പീഡാക്കി തീർക്കാൻ നോക്കും. ശ്രീ ഷിബു ബേബി ജോൺ, ഇന്നത്തെ അവസ്ഥ താങ്കൾക്ക് അറിയാമല്ലോ. ഇന്ന് എത്രയധികം വിഷയങ്ങളാണ് അവിടെ ഉണ്ടായത്. സമരസമിതിയും ഇന്നിതാ ശ്രീ S രാജേന്ദ്രൻ അവിടെ നിരാഹാരം ആരംഭിച്ചിരിക്കുന്നു. അങ്ങനെ
ശക്തമായ രീതിയിൽ മൂന്നാറിൽ തൊഴിലാളികളുടെ സമരം മുന്നോട്ട് പോവുകയാണ്. നാളെയും പല നേതാക്കളും മൂന്നാറിലേക്ക് എത്തും. അങ്ങ് തന്നെ കഴിഞ്ഞ ദിവസം ഈ ചർച്ചയിൽ പറഞ്ഞതുപോലെ, അങ്ങ് ആഗ്രഹിച്ചതുപോലെ അല്ല കാര്യങ്ങൾ പോകുന്നത്. അങ്ങേക്ക് തന്നെ അറിയാവുന്നതുപോലെ അങ്ങയുടെ കയ്യിൽ തന്നെ നിൽക്കാത്ത അവസ്ഥ ഇന്നലെ പറഞ്ഞപ്പോൾ ഉണ്ടായിരുന്നു. ഇന്നിതാ CPM പോലെയുള്ള കക്ഷികൾ പറഞ്ഞിരിക്കുന്നത് കേൾക്കണ്ടേ? രാജ്യത്തെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ കക്ഷി സംസ്ഥാനത്തെ സമരം അവർ ഏറ്റെടുക്കേണ്ടി വരുന്ന ഘട്ടത്തിലേക്ക് പോകരുത്, നാളെ എല്ലാം തീരുമാനിക്കപ്പെടണം എന്നാണ് അൾട്ടിമേറ്റം തന്നിരിക്കുന്നത്. അപ്പോൾ അത് കേൾക്കുന്നുണ്ടോ താങ്കൾ? അല്ല, ഞാൻ ഈ സന്ദർഭത്തിൽ എനിക്ക് എല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ളത്, ഇതിൽ രാഷ്ട്രീയം കൂട്ടിക്കലർത്തല്. ആ ഒരു രാഷ്ട്രീയവൽക്കരണം ഈ പ്രശ്നപരിഹാരത്തിന് ഗുണകരമല്ല. അതിൽ ഇപ്പൊ സർക്കാർ പ്രശ്നം പരിഹരിക്കാൻ നോക്കുമ്പോൾ എല്ലാവർക്കും പ്രശ്ന പരിഹാരത്തിന് സർക്കാരിനോടൊപ്പം ചേർന്ന് മധ്യസ്ഥ വഹിക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട്. അല്ലാതെ ഇതിന്റെ മറവിൽ സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്താനോ അങ്ങനെയൊക്കെയുള്ള ഒരു ശ്രമം നടക്കുന്നത്. പക്ഷെ സർക്കാർ ഇന്നത്തെ ദിവസം എന്ത് ചെയ്തു? പ്രതിപക്ഷ നേതാക്കൾ എല്ലാം ഇന്ന് അവിടെ എത്തി. അവർക്ക് തന്നെ ഇന്നത്തെ പല രാഷ്ട്രീയ കക്ഷികൾക്കും നേതാക്കൾക്ക് അവിടെ സന്ദർശിക്കാൻ പോലും പറ്റുന്നില്ല. അവർക്ക് ഭയമുണ്ട്. ഇന്ന് എന്തായിരുന്നാലും ഈ എല്ലാ നേതാക്കളെ പോലും തിരിച്ചറിയാത്ത, ആരാണ് നേതാക്കൾ എന്നറിയാത്ത, അവരുടെ പേരറിയാത്ത, MP-മാരെ കുറിച്ച് കൃത്യമായി അറിയാത്ത ആളുകളാണ് അവിടുത്തെ പാവം തൊഴിലാളികൾ. ആ തൊഴിലാളികളുടെ മുമ്പിലേക്ക് ഈ അവരുടെ പ്രശ്നം ഏറ്റെടുത്തുകൊണ്ട് എന്ത് രീതിയിലും എന്തും ഫേസ് ചെയ്യാൻ തക്കവണ്ണം പാകത്തിൽ ചില നേതാക്കൾ ഇന്നവിടെ എത്തി, ഇനി നാളെ എത്താൻ പോകുന്നു. സർക്കാർ എന്ത് ചെയ്തു ഇന്നത്തെ ദിവസം? അല്ല, പ്രതിപക്ഷം ഇതുവരെ എന്ത് ചെയ്തു? ഇന്നല്ലേ വന്നത്? എന്നെ കൊണ്ട് വെറുതെ രാഷ്ട്രീയം പറയിപ്പിക്കല്ലേ. ഞാൻ പറഞ്ഞത് ഈ നാളെ ചർച്ചയുണ്ട് എന്നുള്ളത് എനിക്ക് 2 ദിവസം മുമ്പേ പ്രഖ്യാപിച്ച കാര്യമാണ്. അങ്ങനെയല്ലേ ഈ വിഷയങ്ങൾ സാധാരണ പരിഹാരം കാണുന്നത്? നേരത്തെ പ്രഖ്യാപിച്ച കാര്യമില്ല, എല്ലാവർക്കും അറിയാവുന്നതല്ലയോ നാളെ ചർച്ചയുണ്ടെന്ന്. ആ ചർച്ചയ്ക്ക് സഹായകരമായി പ്രശ്നപരിഹാരത്തിന് സഹായകരമായ നിലപാട് എടുക്കുകയാണ് വേണ്ടത്. ഈ വിഷയം പരിഹരിക്കാൻ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് എല്ലാ നിമിഷവും TV കൂടെ പറഞ്ഞല്ലല്ലോ ചെയ്യുന്നത്. സർക്കാരിന് പലതും ചെയ്യാനുണ്ടെന്നാണ് പ്രതിപക്ഷം പറയുന്നത്. ശ്രീ ഷിബു ബേബി ജോൺ, TV-യിലെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമല്ല. സർക്കാരിന് പലതും ചെയ്യാനുണ്ട്. ഭൂമി കൊടുക്കുന്ന കാര്യത്തിൽ ഭൂരഹിതർക്ക് കൊടുക്കുന്ന ഭൂമിയല്ല, 10 സെന്റ് ഭൂമി കൊടുക്കണമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ ഇന്ന് ആവശ്യപ്പെട്ടു. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും കഴിഞ്ഞ സർക്കാർ ചെയ്തതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സർക്കാർ ശ്രദ്ധിച്ച് മുന്നോട്ട് ഇന്നത്തെ ദിവസം കളയാതെ ചെയ്തു പോകേണ്ടതായിരുന്നില്ലേ? ഞാൻ ഈ സന്ദർഭത്തിൽ ഒന്നുള്ള രാഷ്ട്രീയ മറുപടിക്ക് മുതിരുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം പാവപ്പെട്ട ഈ തൊഴിലാളികളുടെ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതാണ് പ്രഥമ ഉത്തരവാദിത്വം. അതിനുവേണ്ടിയുള്ള ശ്രമത്തിലാണ്. അതിനുശേഷം മറുപടി. തീർച്ചയായിട്ടും ഇതിൽ ബോണസ് ആണ് പ്രശ്നം, നാളെ ശമ്പള വർധനവാണ് പ്രശ്നം. അതിലേക്കാണ് നമുക്ക് തിരിച്ചെത്തേണ്ടത്. അതിഥികൾ ചിലരൊക്കെ ഇപ്പോഴും നമുക്ക് അങ്ങോട്ടേക്ക് ചോദ്യങ്ങളുമായി പോകാൻ പറ്റുന്നില്ല. ചർച്ചയുടെ പ്രത്യേക തലത്തിലേക്കുള്ള പോക്ക് കാരണം മറ്റ് അതിഥികളിലേക്ക് കൂടി എത്താം. ശ്രീ S. രാജേന്ദ്രൻ, മന്ത്രി ഷിബു ബേബി ജോൺ പറഞ്ഞത് താങ്കൾ കേട്ടല്ലോ. ഇതാണ് കമ്പനിയുടെ നിലപാട്. ഒരു ഭാഗത്ത് നമ്മൾ കേൾക്കുമ്പോൾ സർക്കാരിൻ്റെ നിലപാട് നാളെ ചർച്ചയ്ക്ക് കാത്തിരിക്കുകയാണ്. ഇന്നൊന്നും പറയുന്നില്ല. പ്രതിപക്ഷം പറഞ്ഞ പല കാര്യങ്ങളോടും മറുപടി ഈ രീതിയിലാണ്. ഞാൻ അദ്ദേഹം പറയുന്നത് കേട്ടു. അദ്ദേഹം കഴിഞ്ഞ 2 ദിവസമായി ഇതിനു വേണ്ടിയിട്ടുള്ള ചർച്ചയിൽ 8-ാം തീയതിയും 9-ാം തീയതിയും 10-ാം തീയതിയും ഇതിനു വേണ്ടി പ്രത്യേക ചർച്ച അവിടെ തന്നെ നടത്തുകയുണ്ടായി. മൂന്നാറിൽ സമരം ചെയ്ത തൊഴിലാളികളുടെ പ്രത്യേക ആളുകളെയും വിളിച്ചു വരുത്തിയിരുന്നു. എന്നാലും താങ്കൾ പറഞ്ഞതുപോലെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലുള്ള ചില പ്രശ്നങ്ങളിൽ നിലപാട് സ്വീകരിക്കാൻ ഇന്നത്തെ ഗവൺമെൻറ് തുടർച്ചയായിട്ടുള്ള സന്ദർഭങ്ങളിൽ സാധിച്ചില്ല എന്നുള്ളത് ആ രാഷ്ട്രീയ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. മന്ത്രിയുടെ ഒരു ശ്രമം ഉണ്ടെങ്കിലും കമ്പനിയോട് അന്ന് ആവതെല്ലാം പറഞ്ഞു. 20% ബോണസ് കൊടുക്കുന്നതിൽ വാശി പിടിക്കേണ്ട കാര്യമില്ല, അത് നമുക്ക് കൊടുക്കണം എന്ന് പറയുമെല്ലാം ഉണ്ടായി. പക്ഷേ ഗവൺമെൻറ് എന്നുള്ള നിലയ്ക്ക് ബോണസെ സംബന്ധിച്ച് അവർക്ക് നിർബന്ധിക്കാൻ എത്രത്തോളമാവും എന്നുള്ളത് സംശയം പ്രകടിപ്പിക്കുകയുണ്ടായി. പക്ഷേ ഗവൺമെൻറ് എന്നുള്ള നിലയ്ക്ക് ഇത്രയും തോട്ടം തൊഴിലാളികൾ റോട്ടിൽ സമരത്തിലോട്ട് 8 ദിവസമായി വന്നു എന്നുള്ളത് കൊണ്ട് മാത്രം ഗവൺമെൻറ്റിന് വേണമെങ്കിൽ ഇടപെടാം, നിർബന്ധിക്കാം, കൊടുക്കുവാനുള്ള സമ്മർദ്ദമുണ്ടാക്കാം. ആ നിലയിൽ കമ്പനിയെ നിർദ്ദേശം നൽകിക്കൊണ്ട് ഈ തൊഴിലാളികളെ സഹായിക്കേണ്ട ബാധ്യത ഗവൺമെൻറ്റിന് ഉണ്ട് എന്നുള്ള അഭിപ്രായമാണ് ഉള്ളത്. മന്ത്രിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഇടപെട്ടില്ല എന്നുള്ള ആക്ഷേപവും അഭിപ്രായവും എനിക്കില്ല. പക്ഷേ ഫലപ്രദമാക്കുവാൻ ഗവൺമെൻറ് ഇടപെടണം. അതുകൊണ്ട് തന്നെ മന്ത്രിക്ക് ശേഷം ബഹുമാന്യനായ ആര്യാടനും പങ്കെടുത്തിരുന്നു.
അതിനുശേഷവും തീർന്നില്ല. തീർച്ചയായിട്ടും എന്തായാലും സർക്കാർ കൂടുതൽ ശക്തമായി ഇടപെടണമെന്നാണ്. ശ്രീ മണികണ്ഠൻ, കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിലും താങ്കൾ ഈ വിഷയം നിരീക്ഷിച്ചതാണ്, ആ ഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക്. ഇപ്പോൾ ഈ കാര്യങ്ങൾ കാണുമ്പോൾ ചർച്ച നാളെ നടക്കാൻ പോവുകയാണ്. എങ്ങനെയാണ് കാര്യങ്ങൾ ഭംഗിയായി പോകുന്നു എന്ന് പറയാൻ സാധിക്കുമോ? ഈ മൂന്നാറിലെ തൊഴിലാളികൾ ശ്രീ എസ് രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ നടക്കുന്ന സമരത്തിനൊരു അർത്ഥം നാളെ ഉണ്ടാകുമെന്ന് കരുതുന്നുണ്ടോ മണികണ്ഠൻ? എന്തായാലും ഇപ്പോൾ നാളെ ഞായറാഴ്ചയാണ്, നാളെ സമരം നടക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ കോൺസിക്വൻസ് എന്ന് പറയുന്നത് നാളെ ഈ ഡിസ്കഷൻ്റെ റിസൾട്ടാണ്. അവർ ബോണസിന് അനുസരിച്ചിട്ടാണ് നാളെ സമരം. ബോണസ് ഞങ്ങൾ ഡിമാൻഡ് ചെയ്യുന്ന അത്രയും ബോണസ് കിട്ടുവാണെങ്കിൽ ഞങ്ങൾ അവിടെ വെച്ച് സമരം സ്റ്റോപ്പ് ചെയ്യുകയാണ്. അങ്ങനെ കിട്ടിയില്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള നിരാകാരം പോലുള്ള സമരങ്ങളും കണ്ടിന്യൂ ചെയ്തു പോകും. അങ്ങനെ പിന്നെ ഞങ്ങൾ എന്തായാലും ഒരു റിസൾട്ട് കിട്ടാൻ വേണ്ടി ഗവൺമെൻറ്റും ട്രേഡ് യൂണിയൻ, ഞങ്ങൾ ഈ തൊഴിലാളികൾ എന്തായാലും ഒരു യൂണിയൻ ആകണം, എന്നാലേ ഒരു റിസൾട്ട് കിട്ടുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ പറയുന്നു. എല്ലാ തൊഴിലാളികൾക്ക് വേണ്ടി ഞാൻ പറയുന്നു, തൊഴിലാളികളെ നിങ്ങൾ എല്ലാവരും ഒന്നിച്ച് കൂടിയാലേ ഇതിൻ്റെ സൊല്യൂഷൻ കിട്ടത്തുള്ളൂ, ഇല്ലെങ്കിൽ ഇതിൻ്റെ സൊല്യൂഷൻ കിട്ടൂല. നിങ്ങൾ മാത്രം ഇങ്ങനെ ഇരുന്ന് സ്ട്രൈക്ക് ചെയ്തുകൊണ്ടിരിക്കും, അല്ലാതെ ഈ മാനേജ്മെൻറ്റ് പറയുന്ന പോലെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നാളെ ഈ റിസൾട്ടിനനുസരിച്ച് നല്ല ഒരു തീരുമാനം എടുക്കണം, എല്ലാവരും ഒന്നിച്ചു കൂടണം. അതിനകത്ത് ബോണസ് കൃത്യമായിട്ട് വേണമെന്നുള്ള ആവശ്യം എന്തായാലും തൊഴിലാളിക്കുണ്ട്. അത് മണികണ്ഠനും പറയുന്നു. ശ്രീ ഷിബു ബേബി ജോൺ, ബോണസ് 19% കഴിഞ്ഞ തവണത്തേത്, ഇതാണ് തൊഴിലാളികളുടെ ഡിമാൻഡ്. നാളത്തെ ചർച്ചയിൽ പ്രധാനമായി അതാണല്ലോ വരുന്നത്. ഗവൺമെന്റ് അതിനുവേണ്ടിയാണോ നിൽക്കുന്നത് നാളെ ചർച്ചയിൽ? അല്ല, ആ വിശദാംശങ്ങളൊന്നും ഇപ്പൊ ഞാൻ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. അതെല്ലാം നാളെ ചർച്ചയെ തുടർന്ന് നമുക്കറിയാം. ശ്രീ മാത്യു എബ്രഹാം, അതിനെങ്ങനെയാണ്? ഇതേ നിലപാടിൽ തന്നെയാണോ? അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബോണസ് കാര്യത്തിൽ ഒരു കൃത്യമായ ഒരു തീരുമാനത്തിലേക്ക് നാളെ ചർച്ച പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ബോണസിലൊരു പോസിറ്റീവായ ഒരു വെർഷനാണ് ഇപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞപ്പോഴും സംസാരിച്ചപ്പോഴും കണ്ടത്. ശമ്പളമാണല്ലോ PLC കൂടാൻ കാത്തിരിക്കുന്നത്. ഇതാണോ നാളത്തെ ചർച്ചയുടെ നിലപാട്? അല്ല, കൊച്ചിയിൽ ചർച്ച ചെയ്യണത് നാട്ടിലെ കാര്യങ്ങള് വിത്ത് ലേബർ യൂണിയൻസും മിനിസ്റ്ററിന്റെ പ്രസൻസിൽ ചർച്ച നടക്കുന്നുണ്ട്. അപ്പൊ അതിപ്പോ ഐ എം നോട്ട് പ്രൈവി ടു എക്സ്പ്ലെയിൻ ദാറ്റ്. അപ്പൊ നാളെ ചർച്ചയിൽ അത് ഒരു തീരുമാനം എത്താനുള്ള ശ്രമമാണ് എല്ലാ സൈഡിൽ നിന്നും. അത് പക്ഷേ ശ്രീ മാത്യു എബ്രഹാം, തൊഴിലാളികൾ ഇങ്ങനെ ഈ വിഷയത്തിൽ തന്നെ ഉറച്ചു നിന്നാൽ കമ്പനി പ്രവർത്തിപ്പിച്ചു കൊണ്ടുപോകാൻ പറ്റുമോ? അല്ല, ഇപ്പൊ കമ്പനി ഇപ്പൊ ഒരാഴ്ചയായിട്ട് പ്രൊഡക്ഷൻ ഇല്ല. ഇനി ഒരു 2-3 ആഴ്ചയും കൂടെ ഈ പ്രൊഡക്ഷന്റെ നമുക്ക് കൊളുന്ത് മുത്തിപ്പോയിരിക്കുന്നു. അപ്പൊ മുത്തിപ്പോയ ഇതൊന്നും ക്വാളിറ്റി നമുക്ക് തേയില ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ നാളത്തെ ചർച്ചയിൽ ആരിലാണ് നിങ്ങളുടെ പ്രതീക്ഷ? അത് സർക്കാരിലാണോ തൊഴിലാളികളിലാണോ? ആരിലാണ് നിങ്ങളുടെ പ്രതീക്ഷ? അതായത് എല്ലാ ടീ പ്ലാന്റേഷൻസ് ഇപ്പൊ ഒരു ക്രൈസിസിൽ കൂടെ പോകണം. അപ്പൊ ആ പ്രൊഡക്ഷൻ എത്ര പെട്ടെന്ന് ഉണ്ടാവണോ അത്ര നല്ലത് കമ്പനിക്ക്. അല്ലെങ്കിൽ ബുദ്ധിമുട്ടായി തീരും, തീർച്ചയായിട്ടും ബുദ്ധിമുട്ടായി തീരും. ആരിലാണ് നിങ്ങളുടെ പ്രതീക്ഷ? അപ്പോ ആരെയാണ് നിങ്ങൾ കൂടുതൽ വിശ്വാസം അർപ്പിക്കാൻ പോകുന്നത്? അല്ല, സർക്കാർ ഡെഫിനറ്റ്ലി സർക്കാരിന്റെ ഇന്റർവെൻഷനും ഉണ്ട്. അതില് തൊഴിലാളികളിലെയാണ് നമുക്ക് മെയിനായിട്ട് അവരുടെ സൈഡിൽ നിന്നാണ് നമുക്ക് കോപ്പറേഷൻ വേണ്ടത്. അവർ കാര്യങ്ങൾ മനസ്സിലാക്കണം. പ്രോഫിറ്റ് കൂടിയ കൊല്ലങ്ങളിൽ ഞങ്ങൾ 20% ബോണസും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ യഥാർത്ഥ വശത്തിലേക്ക് വരാം. ശ്രീ മാത്യു എബ്രഹാം, അതായത് തൊഴിലാളികൾ ഇങ്ങനെ പിടിവാശിയോടുകൂടി തന്നെ അവർക്ക് ഈ ശമ്പളം അല്ലെങ്കിൽ ബോണസ് കൃത്യമായി കിട്ടണം. ബോണസ് ആണല്ലോ ഇപ്പോൾ നാളത്തെ ചർച്ച. അങ്ങനെയാണെങ്കിൽ ബോണസ് കൃത്യമായി കിട്ടണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് നിൽക്കുമ്പോൾ ഒന്നുകിൽ തൊഴിലാളികളുടെ കൂടെ നിൽക്കണം മാനേജ്മെന്റ്, അതല്ലെങ്കിൽ കമ്പനി അടച്ചിട്ട് പോകേണ്ടി വരും. ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്നല്ലേ നടക്കുക? ഞങ്ങൾ വിചാരിക്കുന്നു തൊഴിലാളികൾ കമ്പനീന്റെ ഈ കമ്പനീന്റെ സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ ഞങ്ങൾ തൊഴിലാളികളാ, അവര് പാവങ്ങളാ, പിന്നെ അവര് നല്ല തൊഴിലാളികളാ, നല്ലപോലെ കഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അപ്പൊ കമ്പനിയുടെ ബുദ്ധിമുട്ടും അവർ മനസ്സിലാക്കുന്നു, ഞങ്ങൾ കരുതുന്നു. മനസ്സിലാക്കിയിട്ട് കാര്യങ്ങളൊക്കെ നല്ല വഴിയിലോട്ട് നീങ്ങുമെന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. ശ്രീ അരുൾദാസ്, അതായത് കമ്പനി ബോണസിന്റെ കാര്യത്തിൽ നാളെ നിങ്ങളോട് പോസിറ്റീവായി നിങ്ങൾ പറയുന്നത് പോലെ വരാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ ഈ ചർച്ചയിൽ നിന്ന് വായിച്ചെടുക്കാം. അവരത് തുറന്നു പറഞ്ഞിട്ടില്ല. നിങ്ങൾ അങ്ങനെ മുന്നോട്ട് കാണുകയാണെങ്കിൽ, കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് ആ അർത്ഥത്തിൽ കമ്പനിയെ സഹായിക്കുന്ന, നിങ്ങൾക്ക് സഹായകരമായ, നിങ്ങളുടെ സമരത്തിന്
ഒരു അറുതി ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കാര്യമായി കാണുമോ? സാറേ, ഞങ്ങളുടെ അതായത് ഇപ്പോൾ ഉള്ള ഒരു കണ്ടീഷനില് ഈ 10 ദിവസമായിട്ട് ഞങ്ങൾ കിടന്ന് ഈ കഷ്ടപ്പെട്ട് ഈ റോട്ടിൽ കിടന്ന് ഈ പാവപ്പെട്ട പെണ്ണുങ്ങൾ കിടന്ന് മരിച്ച കൂട്ടിക്കോ അത്ര പട്ടിണി കിടന്ന് ഇത്രയ്ക്ക് വിഷമത്തിലായവർക്ക് ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ 20% കൊടുക്കുന്നു, 22% കൊടുത്തു കഴിഞ്ഞാൽ നാളെ കമ്പനി സന്തോഷമായിട്ട് നല്ല മുന്നോട്ട് പോകും. എന്റെ വാക്കിൽ അതേ ഉള്ളൂ. ഇപ്പൊ അവർക്ക് ഈ 22% 20% കൊടുത്താലും ഇപ്പൊ 10 ദിവസമായിട്ട് ഒരാൾക്ക് ഒരു ദിവസം 30 ശമ്പളം കൂടി നോക്കുമ്പോൾ ഇവർ കൊടുത്താലും നമുക്ക് സന്തോഷപ്പെടില്ല. ആ നഷ്ടം കൂടി ഈ മാനേജർ കൊടുക്കണം. ഇത് ഈ മാനേജർ അങ്ങനെ വിചാരിക്കുകയാണെങ്കിൽ അന്ന് തിങ്കളാഴ്ച ഇവിടെ വിഷയമായില്ലേ, ചൊവ്വാഴ്ച അവർ എന്തുകൊണ്ടാ ഈ നാളെ 4 മണിക്ക് നല്ല റിസൾട്ട് കൊടുക്കാൻ പറഞ്ഞ് ഇവിടുന്ന് ഒളിച്ചു ഓടിപ്പോയി ഇവിടുന്ന് തിരുവനന്തപുരം പോയി മന്ത്രി ലെവലിലെ മന്ത്രിയായി. മന്ത്രി അടുത്ത് പറഞ്ഞപ്പോ പിന്നെ അവർക്ക് ചോദിച്ചു, മന്ത്രി പിന്നെ ഇവിടുത്തുള്ള നേതാക്കന്മാർ ഇവിടുത്തെ പോലീസുകാരുടെ സപ്പോർട്ടിലാണ് ഞങ്ങള് ഈ പാവം പെണ്ണുങ്ങളുമായിട്ട് ഇവിടുന്ന് നേരെ IG മുനിയുമായിട്ട് സപ്പോർട്ട് ചെയ്ത കാരണം കൊണ്ടാണ് മന്ത്രിക്ക് എത്തി. മന്ത്രിയാണ് പിന്നെ സപ്പോർട്ട് ചെയ്ത് ശ്രീ അരുൾദാസ്, ഒരു ചർച്ചയുടെ വക്കിലേക്ക് പോകുന്ന ഘട്ടത്തിൽ ഇങ്ങനെ നമുക്ക് സംസാരിക്കാൻ പറ്റുമോ? നമുക്ക് ചർച്ചയാണ്, നമുക്ക് വേണ്ടത് ബോണസ് ആണ്, നമുക്കത് കൃത്യമായിട്ട് കിട്ടണം. അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഞാൻ തിരിച്ചു വരാം. ശ്രീ മാത്യു എബ്രഹാം, എന്ത് പറയുന്നു നാളത്തെ ചർച്ചയ്ക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ തൊഴിലാളികളോട് എന്ത് പറയുന്നു? ഇത് എത്ര പെട്ടെന്ന് നമ്മളുടെ സ്ട്രൈക്ക് അവസാനിപ്പിച്ച് ജോലിക്ക് പോവാന്നാണ് ഏറ്റവും വലിയ മെസ്സേജ് കൊടുക്കുന്നത്. പക്ഷെ അങ്ങനെ സ്ട്രൈക്ക് അവസാനിപ്പിച്ച് പോവുക എന്ന് പറയുമ്പോൾ സ്ട്രൈക്ക് അങ്ങനെ 8 ദിവസമായി, അതിങ്ങനെ തുടങ്ങിയത് എങ്ങനെയെങ്കിലും നിങ്ങൾ ഒരു സന്ദേശം കൊടുക്കുമ്പോൾ അതനുസരിച്ച് അവസാനിപ്പിച്ച് പോകാൻ സാധിക്കുമോ? അവരുടെ ആവശ്യത്തിന് എന്തെങ്കിലും ഒരു അറുതി വരണ്ടേ? അത് ഗുണം എന്ന് പറഞ്ഞാൽ നമ്മള് ഇപ്പൊ സാലറി കിട്ടാതെ പോകുന്നു, അവർക്കും സാലറി കിട്ടാതെ പോകുന്നു, കമ്പനിക്കും ക്രോപ്പ് നഷ്ടപ്പെടുന്നു. അപ്പൊ നമുക്ക് കിട്ടാനുള്ള സാലറി കളഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ അറ്റ്ലീസ്റ്റ് ആ സാലറി എങ്കിലും വാങ്ങണമല്ലോ. പക്ഷെ സാലറി കൂട്ടിക്കിട്ടണമെങ്കിൽ 26 വരെ കാത്തിരിക്കണം എന്നാണ് പറയുന്നത്. സാലറി പോകുന്നു അല്ല, 26-ാം തീയതി ഞങ്ങൾ ഡയറക്റ്റായിട്ടില്ല, ഞങ്ങളുടെ റെപ്രസെന്റേറ്റീവ്സും എല്ലാ കമ്പനികളിലെ റെപ്രസെന്റേറ്റീവും എല്ലാ യൂണിയൻസിന്റെ റെപ്രസെന്റേറ്റീവ്സും ഏതൊരു ട്രൈപാർട്ടി അഗ്രിമെന്റ് ആണ്. ലേബർ കമ്മീഷണേഴ്സും ഉണ്ടാവും. അപ്പൊ അവിടെ അവരെല്ലാരും ഇത് സ്ഥിരം എല്ലാ 3 ഇയേഴ്സിൽ ഉണ്ടാവുന്ന ഒരു പ്ലാന്റേഷൻ ലേബർ കമ്മിറ്റിയാണ് ഈ വേജസ് ഇൻക്രീസ് ചെയ്യുന്നത്. അവിടെ ഒരു തീരുമാനം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും. ശരി, ഒരു കാര്യം ഇപ്പൊ ഈ ചർച്ചയിൽ ഒരു അർത്ഥം ഉണ്ടാകണമെങ്കിൽ ഇത്രയും കാര്യങ്ങൾ സംസാരിച്ച മാത്യു എബ്രഹാം, നാളെ ബോണസ് കാര്യത്തിൽ ഒരു ശുഭകരമായ അവസ്ഥ ഉണ്ടാകുമെന്ന് താങ്കൾക്ക് പറയാൻ സാധിക്കുമോ? അല്ല, നാളത്തെ ചർച്ച ബോണസ് വിഷയത്തിലാണ്, അല്ലാതെ ലേബർ വേജസിലല്ല. ലേബർ വേജസ് ഈ ഒരു ഇപ്പോഴത്തെ ഇഷ്യൂവില് ലേബർ വേജസ് നമ്മുടെ പെർവ്യൂവിൽ വരുന്നതല്ല. ഈ ഇഷ്യൂവില് ഇപ്പോഴത്തെ കാര്യത്തിൽ നമ്മൾ ബോണസ് ഇഷ്യൂ ആണ് മെയിൻ ഇഷ്യൂ. ഈ ബോണസ് ഇഷ്യൂവിലാണല്ലോ ഇത് തുടങ്ങിയേക്കണേ. ശ്രീ ഷിബു ബേബി ജോൺ, നാളെ എന്താണ് നടക്കാൻ പോകുന്നത് ചർച്ചയിൽ? നാളത്തെ ചർച്ച വളരെ കൃത്യമായി ഇങ്ങനെ ആയിരിക്കുമെന്ന് താങ്കൾക്ക് ഒരു ശുഭാപ്തി വിശ്വാസമുണ്ടോ? ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ശുഭകരമാകുമെന്ന് ഞാൻ പ്രവചനങ്ങൾക്കൊന്നുമില്ല, ഗവൺമെന്റ് അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രീ എസ് രാജേന്ദ്രൻ, മന്ത്രി പ്രവചിക്കുന്നില്ല, കമ്പനി കൃത്യമായ ഒരു ഉത്തരം എവിടെയെങ്കിലും തന്നതായി താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ ബഹുമാനീയനായ MD-യോട് ഞാൻ പറയുന്നത്, ആര് വിചാരിച്ചാലും അത് അത്ര പെട്ടെന്ന് തീർന്നതല്ല. MD തന്നെ വിചാരിക്കണം, ബോണസ് കൊടുക്കണം, അതിൽ വാശി വേണ്ട, ബോണസ് കൊടുക്ക്, എന്നിട്ട് നമുക്ക് അതിന് പരിഹാരം കാണാം. തൊഴിലാളികളോട് എനിക്ക് ഒരു ദിവസം ജോലി ചെയ്തതാ എന്ന് പറ, അവർ 1.5 ദിവസം വേണേലും ചെയ്തു തരും. അതുകൊണ്ട് അവരെ ഇനി നടത്തിക്കണ്ട, ബോണസ് കൊടുക്കുക, അതിനകത്ത് വാശി വേണ്ട. എങ്ങനെയും ബോണസ് കൊടുക്കാൻ നാളെ ഒത്തുതീർപ്പിൽ എത്തിക്കുവാൻ വേണ്ടിയുള്ള അഭ്യർത്ഥനയാണ്, റിക്വസ്റ്റായി MD ഇത് സ്വീകരിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. റൈറ്റ്. ശ്രീ മണികണ്ഠൻ, നമുക്ക് അതുകൊണ്ട് ഇത് അതായത് ഈ ബോണസിന്റെ കാര്യത്തിൽ ഈ രീതിയിൽ ഒരു ചർച്ച മുന്നോട്ട് പോകുമ്പോൾ തമ്മിൽ അവിടെ മാനേജ്മെന്റിന്റെ കുറ്റങ്ങൾ ഈ രാത്രിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുക, ആരൊക്കെയാണ് കൂടെ ഞങ്ങളോടൊപ്പം സമരം ചെയ്യേണ്ടത് എന്നുള്ളതിൽ ഒരു പരാതി പറഞ്ഞുകൊണ്ടിരിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് നാളത്തെ ദിവസം കഴിഞ്ഞാൽ മാധ്യമങ്ങൾ അടുത്ത വിഷയം വരുമ്പോൾ ഒരുപക്ഷെ തിരിച്ച് പറയുന്നവരാണ്. റോഡ് ബ്ലോക്ക് ആക്കുമ്പോൾ കച്ചവടക്കാരുടെ കൂടെ നിന്നും ടൂറിസ്റ്റുകളുടെ കൂടെ നിന്നും ചിലപ്പോൾ തിരിച്ച് മാധ്യമങ്ങൾ തന്നെ പറയും സമരം ഇതിനൊക്കെ തടസ്സമാകുന്നുവെന്ന് ഈ 2 ദിവസത്തെ ആഘോഷം കഴിയുമ്പോൾ. അതുകൊണ്ട് നിങ്ങൾ ഒരവസ്ഥ വരുമ്പോൾ ചർച്ച നിങ്ങൾക്ക് അനുകൂലമാക്കി എടുത്ത് മുന്നോട്ട് പോകുന്ന അവസ്ഥകൾ ഉപയോഗിക്കുകയല്ലേ വേണ്ടത് മണികണ്ഠൻ? അത് തന്നെ. ഇനി എന്താ ചർച്ച ഇപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ
എല്ലാവരും കൂടെ ഒന്നു ചേർന്ന് ഒരു സൊല്യൂഷനിൽ എത്തിക്കണമെന്നാണ് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ എല്ലാ തൊഴിലാളികളും വിചാരിക്കണം എന്ന് പറഞ്ഞ് ഞാൻ പറയുന്നു. എന്തായാലും ഇപ്പോൾ അങ്ങോട്ട് മറയൂർ പിന്നെ തമിഴ്നാട്ട് ഈ നാഷണൽ ഹൈവേ മൊത്തം ബ്ലോക്കാണ്. ഇന്ന് മഴ പെയ്ഞ്ഞത് കാരണം ചെറുതായിട്ടൊരു ബ്ലോക്ക് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നാളത്തുള്ള ഈ റിസൾട്ടിനനുസരിച്ചാണ് അത് കഴിഞ്ഞിട്ടുള്ള ഈ സ്ട്രൈക്കും എല്ലാം ഒരു ആകും. എന്തായാലും നാളെ ഒരു പി കെ ശ്രീമതി ടീച്ചർ കൂടി നമ്മളോടൊപ്പം ചർച്ചയിലുണ്ട്. മൂന്നാർ സമരത്തിൽ ചർച്ച നടക്കുന്നതിന് തലേദിവസമുള്ള രാത്രിയിലെ വിശേഷങ്ങളാണ് നമ്മൾ ചർച്ചയിലേക്ക് വരുന്നത്. പി കെ ശ്രീമതി ടീച്ചർ ലൈനിലൂടെ. പി കെ ശ്രീമതി ടീച്ചർ, ഇന്ന് മൂന്നാറിൽ താങ്കൾ സന്ദർശിച്ചതാണ്, തൊഴിലാളികളുടെ അവസ്ഥകൾ മനസ്സിലാക്കിയതാണ്. അവർക്ക് ഒരുപക്ഷെ പലരെയും മനസ്സിലായിട്ടില്ല, ടീച്ചറിനെ പോലും ഒരുപാട് പേർക്ക് ആദ്യം മനസ്സിലായിട്ടില്ല. പിന്നീട് അവിടെ വന്ന നേതാക്കളെ ഒന്നും അറിയാത്തവരൊക്കെയാണ് അവിടെ ഉള്ളത്. ആ അർത്ഥത്തിൽ അവർ ഏത് രീതിയിലാണ് അവരുടെ പ്രശ്നങ്ങൾ നിങ്ങളുടെ മുമ്പാകെ വച്ചത്? മൂന്നാറിലെ നമ്മുടെ തൊഴിലാളി സുഹൃത്തുക്കളെ, പ്രത്യേകിച്ച് സഹോദരിമാര് നടത്തുന്ന ഈ സമരം ഒരുപക്ഷെ സമര പോരാട്ടത്തിന്റെ ചരിത്രത്തിലെ വിപുലമായ ഒരു ഏടായിട്ട് മാറും. തീർച്ചയായിട്ടും അവകാശ പോരാട്ടത്തിന്റെ ചരിത്രത്തിൽ ഞാനും സഖാവ് MC ജോസഫൈനും മഹിളാ അസോസിയേഷന്റെ സംസ്ഥാന സെക്രട്ടറി സഖാവ് ശൈലജ ടീച്ചറും കൂടിയാണ് ഞങ്ങൾ ഇന്ന് രാവിലെ മൂന്നാറിലേക്ക് പോയത്. CPIM സംസ്ഥാന സെക്രട്ടറി സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ തൊടുപുഴയിലെ ഒരു പരിപാടി കഴിഞ്ഞതിന് ശേഷം ഒരു 2:30 മണിയോടുകൂടി അവിടെ വരുന്നുണ്ടെന്ന് അറിയാനും ഞങ്ങൾക്ക് സാധിച്ചിരുന്നു. ഏതായാലും ഞങ്ങൾ അവിടെ പോയപ്പോ ആദ്യം നേരെ ഞങ്ങൾ ആരോടും യാതൊരു തരത്തിലുള്ള പോലീസിന്റെയോ മറ്റൊന്നും സംരക്ഷണം ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നില്ല. ഞങ്ങൾക്ക് അത് ആവശ്യമുണ്ടായിരുന്നില്ല. ഞങ്ങൾ സമരം ചെയ്യുന്ന സഹോദരിമാരുടെ അടുത്തേക്ക് പോയി. അവിടെ പോയപ്പോ അവർ ചോദിച്ചു എവിടുന്നാണെന്ന് ചോദിച്ചു. ഞങ്ങൾ മഹിളാ അസോസിയേഷന്റെ നേതാക്കന്മാരാണ് എന്ന് ഞങ്ങൾ പറഞ്ഞു. അപ്പോ ഞാൻ MP ആണെന്നുള്ളത് മറ്റുള്ളവർ ചൂണ്ടിക്കാണിച്ചു. അവർ വളരെ സന്തോഷത്തോടെ ഏതായാലും നിങ്ങൾ എന്താണ് ഇത്ര വൈകിയത്? അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ സമരം വേഗം തീരും എന്നാണ് കരുതിയത്. പക്ഷെ സമരം തീരുന്ന മട്ടില്ല, ഗവൺമെന്റ് ഇടപെടുന്നില്ല. ഞങ്ങൾ അതുകൊണ്ട് നിങ്ങളെ കണ്ട് ഞങ്ങളുടെ ഐക്യദാർഢ്യം അറിയിക്കുക മാത്രമല്ല, നിങ്ങൾ ഈ സമരത്തിലേക്ക് നിങ്ങളുടെ ഈ അവകാശം ഉയർത്തിപ്പിടിക്കുന്നതിൽ നിങ്ങൾ ശരിച്ചു പറഞ്ഞാൽ നിങ്ങൾ ഉണരാൻ വൈകി എന്നുള്ളതാണ്. ഇപ്പോഴെങ്കിലും നിങ്ങൾ വളരെ ശക്തമായ സമരരംഗത്തേക്ക് ഇറങ്ങിയത് നിങ്ങൾ അഭിനന്ദിക്കാനാണ് ഞങ്ങൾ പറഞ്ഞത്. അപ്പൊ വളരെ സന്തോഷത്തോടെ. എന്തായാലും സമയത്തിന്റെ പരിമിതി കൊണ്ടാണ് ശ്രീമതി ടീച്ചർ ഇടപെടുന്നത്. വളരെ നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ S. രാജേന്ദ്രൻ MLA, ശ്രീ അരുൾദാസ്, ശ്രീ മണികണ്ഠൻ, ശ്രീ മാത്യു എബ്രഹാം, ശ്രീ ഷിബു ബേബി ജോൺ.